ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു നാടൻ കപ്പ ബിരിയാണി ഉണ്ടാക്കാം. അതിനു വേണ്ടി 3 വലിയ സവോളയും 1 കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും നമുക്ക് വൃത്തിയാക്കി എടുക്കാം. 2 കിലോ ബീഫിൻ്റെ എല്ലാമാണ് നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായ മസാലകൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. 1 വലിയ സ്പൂൺ കുരുമുളക്, 2 കഷ്ണം പട്ട, 1/2 സ്പൂൺ പെരിഞ്ജീരകം, 4-5 ഏലക്ക, 5 ഗ്രാമ്പു, ഒരു ചെറിയ ജാതിക്കായുടെ പകുതി ഭാഗം. ഇവയെല്ലാം ഓയിലൊന്നും ചേർക്കാതെ നന്നായി ചൂടാക്കിയെടുക്കാം. ഇത് ചൂടായി വരുമ്പോൾ വലിയ സ്പൂണിന് 4 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടിയും ഒരു ചെറിയ സ്പൂൺ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചെറുതീയിൽ നന്നായി ചൂടാക്കിയെടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച ബീഫിലേക്ക് നാം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള കരിവേപ്പിലയും അതിലേക്ക് ആവശ്യമായ 1 പിടി കല്ലുപ്പും ചേർക്കാം. നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന മസാലകൾ നന്നായി തണുത്ത് വരുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം. പൊടിച്ച മസാലയും കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് 1 ഗ്ലാസ് ചെറു ചൂടുവെള്ളവും കൂടെ ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് നമുക്ക് അത് സ്റ്റൗവിലേക്ക് വേകാനായിട്ട് വെക്കാം. 2 കിലോ ബീഫിൻ്റെ കപ്പ ബിരിയാണിക്കായിട്ട് 3 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. കപ്പ നമ്മൾ വേകാനായിട്ട് വിറകടുപ്പിലാണ് വെക്കുന്നത്. തിളച്ച വെള്ളത്തിലേക്ക് കപ്പ കൂടി ഇട്ട് മൂടി വെച്ച് നല്ല തീയിൽ വേവിച്ചെടുക്കാം. നമ്മൾ സാധാരണ കപ്പ വേവിക്കാൻ ഉപയോഗിക്കുന്ന അരപ്പ് തന്നെയാണ് എല്ലും കപ്പയ്ക്ക് നമ്മളിതിന് ചേർക്കുന്നത്. വെന്ത് തുടങ്ങിയ കപ്പയിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പുകല്ലും ചേർത്ത് നന്നായി ഇളക്കി വീണ്ടും മൂടി വെച്ച് ആവശ്യത്തിന് വേവിച്ചെടുക്കാം. വേവാനായി വെച്ചിരുന്ന ബീഫ് ഏകദേശം കുക്കായിക്കൊണ്ടിരിക്കുന്നു. പാകത്തിന് ഊറ്റിയെടുത്ത കപ്പയിൽ അരപ്പിട്ട് നന്നായി ഇളക്കിയെടുക്കാം. സാധാരണ കപ്പ വേവിക്കുന്നത് പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അരമണിക്കൂർ ആയപ്പോഴേക്കും നമ്മുടെ ബീഫ് കറക്റ്റ് വെന്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനായിട്ട് ബീഫ് വെന്ത് വന്നപ്പോൾ ഗ്രേവി കുറവായതുകൊണ്ട് 1 മുറി തേങ്ങയുടെ പാല് കൂടി പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. വെന്ത ബീഫ് തയ്യാറാക്കി വെച്ചിരുന്ന കപ്പയിലേക്ക് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എല്ലാ ഭാഗവും ഒരുപോലെ ഇളകത്തക്ക വിധം യോജിപ്പിക്കണം. വളരെ രുചികരമായ ഒരു കപ്പ ബിരിയാണി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണേ. ഈ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.